അങ്ങനെ ഒരു വെക്കേഷനും കൂടി തീർന്നു. ഒരു മഴക്കാലം കൂടി വന്നു. എത്ര പെട്ടെന്നാണ് ഈ വെക്കേഷനൊക്കെ കഴിഞ്ഞത്. അപ്പോൾ വീണ്ടും നമുക്ക് നമ്മുടെ പണികളിലേക്ക് പോകാം. ആദ്യമായിട്ട് ഞാനിങ്ങനെ കുറച്ച് ഇഞ്ചി ചായയൊക്കെ കുടിക്കാറുണ്ട്. അത് ഇഞ്ചിയും കറുവാപ്പട്ടയൊക്കെ ഇട്ടിട്ടുള്ള വെള്ളമാണ്. നല്ലൊരു എനർജിയാണ്. അത് കുറച്ച് നാളായിട്ടിപ്പം ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ബീഫൊന്ന് കറി വെക്കണം. കറി എന്ന് പറയുമ്പോൾ ഒത്തിരി ചാറൊന്നുമില്ല. ഇതുപോലെയൊക്കെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ബീഫ്. അതിലേക്ക് കുറച്ച് സവാളയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു തിക്ക് ഗ്രേവി ആക്കി എടുക്കുകയാണെ, ഒരുപാട് ചാറൊന്നും ഇല്ലാതെ. അപ്പം അങ്ങനെ ബീഫ് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പൊടിയൊക്കെ ഒന്ന് ചൂടാക്കിയാണ് ഞാൻ ഈ ബീഫിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ചാറൊന്നും ഇല്ലാതെ കുറച്ച് കുറുകിയ പോലത്തെ ഒരു കറിയും. ഇന്ന് നമുക്ക് തോരനുണ്ട്. അപ്പം അത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഇതാ ഇതുപോലെ സവാളയും കുരുകുരാന്നരിഞ്ഞിട്ട് സവാളയൊക്കെ ആയിട്ട് ഞാൻ ഇതുപോലെയാണ് തോരൻ വെക്കുന്നത്. സവാളയും പച്ചമുളകും ക്യാരറ്റും കൂടി ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സിമ്പിളാണ്. പിന്നെ ഒരു മോരുകറി, ചെറിയൊരു മോരുകറിയും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ മോരൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അവർക്ക് ബീഫ് കറിയും തോരനും മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പം നമ്മളൊരു കറിയും കൂടി വെച്ചതാണ്. അപ്പോൾ അവർക്കുള്ള ലഞ്ചൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. ഒരു കിണ്ണം പാത്രത്തിലാണ് നമ്മൾ കറിയൊക്കെ കൊടുത്തു വിടുന്നത്. നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും, ഒട്ടും ലീക്കാവത്തില്ല. പിന്നെ അവർക്ക് വേണ്ടുന്ന തോരനും ഒക്കെ ആയിട്ട് അവരുടെ ലഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റോടെ കഴിച്ചിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്